കേരളത്തിലെ ടെലിവിഷൻ മാധ്യമ രംഗത്ത് സ്വന്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച മാധ്യമപ്രവർത്തകയാണ് സുജിയ പാർവതി. വാർത്താ അവതരണത്തിലെ തനിമ കൊണ്ടും നിലപാടുകളിലെ ദൃഢത കൊണ്ടും മലയാളി പ്രേക്ഷകർക്കിടയിൽ അവർ ശ്രദ്ധിക്കപ്പെട്ടു. ദീർഘകാലത്തെ അനുഭവ പരിചയവും കരിയറിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളും സുജിയുടെ മാധ്യമ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നു. സുജിയ പാർവതിയുടെ മാധ്യമ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം ഏഷ്യാനെറ്റ് ന്യൂസിലായിരുന്നു. ഏകദേശം 1.5 പതിറ്റാണ്ടിലധികം അവർ ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. ഒരു വാർത്താ അവതാരിക എന്ന നിലയിൽ നിന്ന് അസോസിയേറ്റ് എഡിറ്റർ എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് അവർ ഉയർന്നു. വാർത്താമുറിയിലെ സൂക്ഷ്മതയും എഡിറ്റോറിയൽ മികവുമാണ് അവരെ ചാനലിന്റെ മുൻനിര മുഖങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. 2023 BMS വേദിയിൽ അതിഥിയായി പങ്കെടുത്തതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് സുജിയയുടെ കരിയറിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടത്. ഈ സംഭവം കേരളത്തിലെ മാധ്യമരംഗത്തും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഏഷ്യാനെറ്റിൽ നിന്ന് പടിയിറങ്ങി. തുടർന്ന് ചുരുങ്ങിയ കാലയളവിൽ 24 ന്യൂസിലും അവർ പ്രവർത്തിച്ചു. പിന്നീട് റിപ്പോർട്ടർ ടിവിയിലേക്കുള്ള സുജിയുടെ മാറ്റം മാധ്യമലോകം ഉറ്റുനോക്കിയ ഒന്നായിരുന്നു. എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ റിപ്പോർട്ടർ ടിവിയുടെ പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി ഇടപെട്ടു. വിവാദങ്ങളും സൈബർ അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നപ്പോഴും മാധ്യമപ്രവർത്തന രംഗത്ത് തന്റെ സാന്നിധ്യം അവർ വ്യക്തമായി അടയാളപ്പെടുത്തി. 2026 മാധ്യമരംഗത്തെ തന്റെ അടുത്ത വലിയ ദൗത്യത്തിലേക്ക് അവർ ചുവടുവെച്ചു. ബിഗ് TV എന്ന പുതിയ സംരംഭത്തിന്റെ നേതൃനിരയിലേക്ക് സുജിയ എത്തിയത് വാർത്തകളെ കൂടുതൽ ജനകീയമായി അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. സാങ്കേതിക മികവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ഒരു മാധ്യമ സംസ്കാരം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് അവർ ഇപ്പോൾ. വിമർശനങ്ങൾക്കും വെല്ലുവിളികൾക്കുമിടയിലും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സുജിയ പാർവതി തന്റെ യാത്ര തുടരുന്നു. ബിഗ് TVയിലൂടെ വാർത്താലോകത്ത് പുതിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മാധ്യമരംഗത്തെ ഈ കരുത്തുറ്റ സാന്നിധ്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.